മാതൃകളത്തിൽ മാത്യു MSF രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 20 സമർപ്പിത ജീവിതം ഭാഗം 2 ശിഷ്യത്വത്തിന്റെ ഘടകങ്ങൾ. ശിഷ്യത്വം മത്തായി 8:19 മുതൽ 22 വരെയുള്ള വചനങ്ങള്, ലൂക്ക 9:57 മുതൽ 60 വരെയുള്ള വചനങ്ങള്, മത്തായി 10:16 മുതൽ 21 വചനങ്ങൾ ശിഷ്യത്വത്തിന്റെ സ്വഭാവങ്ങൾ വിശദീകരിക്കുന്നു. ക്ലേശങ്ങൾ ധാരാളം അനുഭവിക്കണം. സുരക്ഷിതത്വം ഒട്ടുമില്ല. ആരുടെയും സഹകരണം പ്രതീക്ഷിക്കരുത്. പലതും ജീവിതത്തില് ഉപേക്ഷിക്കേണ്ടതായി വരും. പലരോടും പലതിനോടും വിട പറയണം. ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മത്തായി 10:16. ശിഷ്യത്വത്തിന്റെ വിലയെപ്പറ്റി മത്തായി 10:37-38 വചനങ്ങള്, ലൂക്ക 14:26 മുതൽ 26-27 വചനങ്ങൾ വിശദമാക്കുന്നുണ്ട്. സ്വാർത്ഥത വെടിഞ്ഞ് ക്രിസ്തുവിനെ എല്ലാവരെയും എല്ലാറ്റിനെയും അധികമായി സ്നേഹിക്കണം. ശിഷ്യന്മാർ അയക്കപ്പെടുന്നത് രോഗശാന്തി വരത്തോടും അധികാരത്തോടും പ്രഘോഷണവരത്തോടും കൂടിയാണെന്നും അവർ ചെയ്യേണ്ട നടപടികളും മത്തായി 10:1-9-11, ലൂക്ക 9:1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ വിശദമാക്കുന്നു. ശിഷ്യരുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് മത്തായി 9:37-38 വചനങ്ങള്, 10:20 മുതൽ 24 വരെയുള്ള വചനങ്ങള്, ലൂക്ക 10:8 മുതൽ 12 വരെയുള്ള വചനങ്ങൾ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് സമാധാനം ആശംസിക്കുക, തരുന്നത് ഭക്ഷിക്കുക, ഒരു ഭവനത്തിൽ തന്നെ താമസിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പറയുക, രോഗികളെ സുഖപ്പെടുത്തുക, വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക, ക്ലേശങ്ങൾ സഹിച്ചു നിൽക്കുക എന്നിവയാണ്. ഭയരഹിതമായ സാക്ഷ്യം നൽകുവാനും ആരെയും ഒന്നിനെയും ഭയപ്പെടാതെ വചനം പ്രഘോഷിക്കുവാനുമുള്ള ആഹ്വാനം ആണ് നൽകുന്നത്. ദൈവത്തെ മാത്രം ഭയപ്പെടുക. ദൈവസന്നിധിയിൽ ശിഷ്യർ വിലപ്പെട്ടവരാണ്. ദൈവത്തെ അംഗീകരിച്ചു മനുഷ്യരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം ശിഷ്യർ സാക്ഷ്യം നൽകണം. 1. സമർപ്പണം. ദൈവത്തിന് പരിപൂർണമായി കീഴടങ്ങി, എന്നാൽ മനസ്സും ശരീരവും ബുദ്ധിയും ആത്മാവും നമ്മുടേതെല്ലാം സമർപ്പിക്കുക എന്നതാണല്ലോ. വിശുദ്ധ ലൂക്ക 14:26-27 വചനങ്ങളിൽ യേശു നമ്മോട് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ അനുഗമിക്കുവാനാണ്. അത് എല്ലാം ഉപേക്ഷിക്കുവാൻ ശിഷ്യത്വം ആവശ്യപ്പെടുന്നു. ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് വേണം ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അനുഗമിക്കുവാനും. അപ്രകാരം തന്നെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. ലൂക്ക 14:33. ഒരുവന്റെ ബുദ്ധിയും ഇഷ്ടവും കൂടി പരിപൂർണമായി സമർപ്പിക്കേണ്ടതാണ്. എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് നാം പറയേണ്ടത്. യേശു ഗത്സമനിയിൽ വെച്ച് ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് സഹിക്കുവാനുള്ള ഒരു തീരുമാനമാണ് സമർപ്പണം. ക്രൈസ്തവന്റെ സഹനം ക്രിസ്തുവിന്റെ സഹനത്തിലുള്ള പങ്കുചേരലാണ്. എന്തെന്നാൽ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. കുരിശില്ലാതെ കിരീടമില്ല. ക്രിസ്തു സഹിക്കുന്നവരോടുകൂടി ഐക്യപ്പെട്ടിരിക്കുന്നു. അവിടുത്തോടൊപ്പം മഹത്വീകൃതരാകേണ്ടതിന് അത്രേ. സഹനങ്ങൾ ഒരുവന്റെ മാനസാന്തരത്തിന് കാരണമാകുന്നു. ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരിക ദൈവഹിതമാണ്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ജനിപ്പിക്കുന്നു. 2 Korinthos 7:9-10 വചനങ്ങൾ. 2. വിനയം. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എളിമയുള്ളവനായിരിക്കണം ശിഷ്യൻ. ക്രിസ്തുവിനെ പോലെ ശാന്തശീലനായിരിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, എനിക്ക് നേട്ടമായിരുന്നവയെല്ലാം മിശിഹായെ പ്രതി നഷ്ടമായി ഞാൻ കരുതി. അഹങ്കാരമില്ലാത്ത അവസ്ഥയിൽ ക്രിസ്തുവിൽ അഭിമാനിക്കുവാൻ കഴിയുന്നു. ക്രിസ്തു ശിഷ്യൻ ആന്തരികമായും മാനസികമായും ബാഹ്യമായും ക്രിസ്തുവിനെ പോലെ ശാന്തശീലനും വിനീത ഹൃദയനും ആകുക എന്ന്. അഹങ്കാരത്തിനെതിരാണല്ലോ വിനയം. ക്രിസ്തു എളിമയുടെ മകുടവും ഉദാഹരണവുമാണ്. സർവശക്തനായ ദൈവത്തിനു മുമ്പിൽ ഭാവിയാണെന്ന് ക്രിസ്തു ശിഷ്യൻ ഏറ്റുപറയുന്നതാണ് വിനയം. എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നുവെന്ന, ദൈവത്തോട് മുഴുവനായും താൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന ബോധ്യമാണ് ഒരുവന്റെ എളിമ. എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു. എളിമയുള്ള ക്രിസ്തു ശിഷ്യന് മാത്രമേ അവന്റെ സഹോദരരെ സ്നേഹിക്കുവാൻ കഴിയൂ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളും രക്ഷാകര ശക്തിയും കണ്ടുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ശക്തിയില്ലായ്മ മനസ്സിലാക്കുന്നു. ഇസ്രായേൽ ജനം ദൈവിക ശക്തി പ്രകടനങ്ങൾ അവരുടെ ആരാധനയിൽ ആഘോഷിക്കുന്നു. ഈ ആരാധന ഇസ്രായേൽ ജനത്തിന്റെ എളിമയുടെ പാഠശാലയാണ്. ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഹൃദയമാണ് എളിമയുള്ളവരുടേത്. ദാവീദ് തന്റെ 103-ാം സങ്കീർത്തനത്തിലൂടെ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹത്തോടെ കടപ്പെട്ടിരിക്കുന്നു. എളിമയുടെ മാതൃകയുള്ള ഹൃദയം പഴയ നിയമ പ്രവാചകരിലെല്ലാം നാം കാണുന്നു. ദൈവസ്നേഹവും ദൈവഭയവുമാണ് എളിമയുടെ ഫലങ്ങൾ. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ നാം എത്രത്തോളം വലുതാണോ അത്രത്തോളം എളിമപ്പെടണം. എളിമപ്പെടാതെ അവിടുത്തെ ശിഷ്യനായി തീരുക
അസാധ്യമാണ്. എത്രമാത്രം വില നാം എളിമയ്ക്ക് നൽകുന്നുവോ അത്രമാത്രം ശിഷ്യരായി തീരുവാൻ നമുക്ക് കഴിയും. 3. വിശ്വസ്തത. ക്രിസ്തു ശിഷ്യന് അവശ്യം ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണമാണിത്. മത്തായി 10:1-42 വരെയുള്ള വചനങ്ങളിൽ ശിഷ്യർക്കുണ്ടായിരിക്കേണ്ട സ്വഭാവ വിശേഷങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു. ശിഷ്യന്മാരെ ക്രിസ്തു തിരഞ്ഞെടുക്കുന്നു. ക്രിസ്തുവാണ് അവരെ ദൗത്യം ഏൽപ്പിക്കുന്നത്. ഈ ദൗത്യത്തിൽ ശിഷ്യന്മാർ ധാരാളം സഹിക്കണം. എളുപ്പമുള്ള ഒരു ദൗത്യമല്ലിത്. എല്ലാവരാലും എതിർക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യും. കർത്താവിന് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഏതു തരത്തിലുള്ള ജീവിത ശൈലിയാണ് ക്രിസ്തുവിന്റെ ശിഷ്യൻ സ്വീകരിക്കേണ്ടത് എന്നും അവിടുന്ന് പറയുന്നു. എതിർപ്പുകളുടെയും വേദനകളുടെയും നടുവിൽ എല്ലായ്പ്പോഴും വിശ്വസ്തരായിരിക്കാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരെയും കാൾ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുകയും ധൈര്യം അവലംബിക്കുകയും ചെയ്യുക. അവിടുത്തെ സ്നേഹത്തിൽ നിറഞ്ഞു വസിക്കുന്നവന് മാത്രമേ അതീവ വിശ്വസ്തത പുലർത്തുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാൻ 15:8-9 വചനങ്ങളിൽ പറയുന്നു, ധാരാളം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അവിടുത്തെ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, അത് നിങ്ങൾക്ക് കിട്ടും. യോഹന്നാൻ 15:7. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചാൽ ദൈവസ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. വിശ്വസിച്ചാൽ അബ്രാഹത്തെ പോലെ നാമും അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട അത്യാവശ്യ കാര്യമാണ് വിശ്വസ്തത. ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുന്നവർ വിജയം കണ്ടെത്തും. ശിഷ്യന് തന്റെ ജീവിതത്തിൽ എത്രമാത്രം വിശ്വസ്തത ദൈവത്തോട് പുലർത്തുവാൻ കഴിയുമോ അത്രത്തോളം വിശ്വസ്തതയിൽ നിലനിൽക്കണം. 4. സ്നേഹം. യോഹന്നാൻ 13:35 പറയുന്നു, പരസ്നേഹത്തിലൂടെയാണ് ക്രിസ്തു ശിഷ്യരെ തിരിച്ചറിയുക. ദൈവ സ്നേഹവും പരസ്നേഹവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. ദൈവം സ്നേഹമായതിനാൽ ശിഷ്യനും സ്നേഹമായി തീരണം. ദൈവത്തിന്റെ സ്നേഹത്താലാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഈ സ്നേഹത്തോടെ ശിഷ്യൻ എങ്ങനെ പ്രത്യുത്തരം നൽകണം? സ്നേഹത്താൽ മാത്രമേ സ്നേഹത്തിന് ഉത്തരം നൽകുവാൻ സാധിക്കൂ. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹത്തിൽ ഐക്യപ്പെടുത്തുന്നു. പരസ്പരം സ്നേഹിക്കുവാൻ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നു. പരിപൂർണ സ്നേഹം കാൽവരിയിൽ ദർശിക്കുവാൻ ക്രിസ്തുവിന്റെ ശിഷ്യർക്ക് കഴിയണം. വ്യവസ്ഥകളില്ലാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ എല്ലാ ബന്ധനങ്ങളെയും നാം ഉപേക്ഷിക്കണം. സ്നേഹം ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. മത്തായി 22:37 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. 1 യോഹന്നാൻ 2:15-17 വരെയുള്ള തിരുവചനങ്ങളിലെ ലോകത്തെയോ ലോകത്തിലുള്ളവയെയോ സ്നേഹിക്കരുത്. ശിഷ്യൻ ദൈവ ഐക്യത്തിലും ദൈവസ്നേഹത്തിലുമാണ് വസിക്കേണ്ടത്. ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റുന്നവൻ നിത്യം നിലനിൽക്കുന്നു. ക്രിസ്തു ശിഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തോട് ഗാഢമായ സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഇതാണ് യോഹന്നാൻ 14:21 പറയുന്നത്. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവ പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ഗലാത്യർ 2:19-20 വചനങ്ങളിൽ പറയുന്നു, ഞാൻ മിശിഹായോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് മിശിഹായാണ്. ദൈവം എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. എന്റെ രക്ഷയ്ക്കായാണ് അവിടുന്ന് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് സ്നേഹത്താൽ അയച്ചത്. അതായിരുന്നു എല്ലാം സഹിക്കുന്ന അവിടുത്തെ സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുവാൻ ക്രിസ്തു ശിഷ്യൻ ഈ സഹിക്കുന്ന സ്നേഹത്തിലേക്ക് വളരണം. 5. സ്ഥിരോത്സാഹം. യോഹന്നാൻ 8:31 പറയുന്നു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിലനിൽപ്പും അശ്രാന്ത പരിശ്രമവും ശിഷ്യത്വത്തിന് അത്യാവശ്യമാണല്ലോ. കുറച്ചു കാലത്തേക്കല്ല, മറിച്ച് എന്നേക്കുമായിട്ടാണ് ശിഷ്യരാവേണ്ടത്. ഉത്തരവാദിത്വത്തിൽ നിന്നുമുള്ള ഒളിച്ചോടലല്ലിത്. തുടർച്ചയായ അനുധാവനം ആവശ്യമാണ്. സ്നേഹത്തിൽ സത്യം പ്രഘോഷിച്ചുകൊണ്ട് നമ്മുടെ ശിരസായ മിശിഹായിലേക്ക് എല്ലാവിധത്തിലും നാം വളരണം. എഫേസ്യർ 4:15. ശിഷ്യത്വത്തിൽ നിലനിൽക്കുവാനും വളരുവാനും ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കുവാനുമാണ് പൗലോസിന്റെ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 11-18 വരെയുള്ള ഭാഗത്ത് പറയുന്നത്. പിശാചിന്റെ കുടിലതന്ത്രങ്ങളെ നേരിടുവാൻ ആത്മാവിന്റെ ആയുധങ്ങൾ ആവശ്യമാണ്. ഈ ലോകാന്തകാരത്തിനും ദുഷ്ടാരൂപികൾക്കും എതിരായിട്ടാണ് ശിഷ്യർ പടപൊരുതേണ്ടത്. സത്യം, വചനം, വിശ്വാസം, പ്രാർത്ഥന ഇവയിൽ അനുസ്യൂതം വളരുമ്പോൾ മാത്രമേ വചനത്തിലും ശിഷ്യത്വത്തിലും വളരുവാനും ഉറച്ചു നിൽക്കുവാനും കഴിയൂ. ശിഷ്യത്വത്തിന്റെ പ്രതിഫലങ്ങൾ. 1. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അംഗീകരിച്ച് സാക്ഷ്യം പറയും. സ്വർഗത്തിലുള്ള തന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് തന്റെ അമ്മയും സഹോദരരുമെന്ന് യേശു പറയുന്നു. മത്തായി 12:49-50. ശിഷ്യത്വം സ്വീകരിച്ചവർ യേശുവിനാൽ പ്രകാശിപ്പിക്കപ്പെടും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ പിന്തുടരുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. യോഹന്നാൻ 8:12. ശിഷ്യനെ ക്രിസ്തു
സംരക്ഷിക്കുകയും പ്രകാശിപ്പിക്കുകയും താങ്ങുകയും സഹായിക്കുകയും അവന് ജീവന്റെ പ്രകാശം നൽകുകയും ചെയ്യുന്നു. ശിഷ്യർ ആത്മാവിനാൽ നയിക്കപ്പെടും. സത്യാത്മാവായ അവിടുന്ന് വരുമ്പോൾ നിങ്ങളെ സകല സത്യങ്ങളിലേക്ക് നയിക്കും. സത്യം ദൈവമാണ്. സത്യത്തിന്റെ ആത്മാവാണ് ക്രിസ്തുവിലുള്ളത്. ആത്മാവാണ് സത്യത്തിന്റെ അറിവ് ശിഷ്യന് പ്രത്യേകമായി നൽകുന്നത്. ആത്മാവിന്റെ ഫലങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് ശിഷ്യനെ ധന്യനാക്കുന്നത് ആത്മാവായ ദൈവം തന്നെ. ശിഷ്യരെ പിതാവായ ദൈവം ബഹുമാനിക്കും. യേശുവിനെ ആത്മാർത്ഥമായി പിന്തുടരുന്നവർക്ക് അവനായിരിക്കുന്നിടത്ത് സ്ഥാനം നൽകി ദൈവം ബഹുമാനിക്കും. യേശുവിനെ ശ്രവിച്ച് യേശുവിനെ അനുസരിച്ച് യേശുവിനെ അനുധാവനം ചെയ്യുവാനുള്ള ആഹ്വാനം എപ്പോഴും ശിഷ്യന്മാരായ നമുക്ക് യേശു നൽകുന്നു. ശിഷ്യർക്കെടുത്ത അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം. യോഹന്നാൻ 12:26. സമർപ്പിത ജീവിതം. യേശുവിനെ വചനമായി ഏറ്റുപറയുവാനുള്ളവരാണ് ശിഷ്യർ. അപ്പസ്തോലന്മാർ ഇതാണ് പ്രവർത്തിച്ചത്. അതായത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം അദൃശ്യ ദൈവത്തിന്റെ പ്രതിച്ഛായയും അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും അവിടുത്തെ പ്രകൃതിയുടെ പ്രതിരൂപവുമായി. യോഹന്നാൻ 1:1-3 വരെ, ഹെബ്രായർ 1:3. യേശു സത്യദൈവവും സത്യമനുഷ്യനുമാണ്. യഥാർത്ഥ സത്യദൈവമായിരിക്കെ തന്നെ യഥാർത്ഥ മനുഷ്യനുമായി. യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു. ഇതാ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. യെശയ്യാ പ്രവാചകൻ മുഖേന നൽകപ്പെട്ട ദൈവിക വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് സഭ ദർശിക്കുന്നത്. കന്യകാ ജനനം മനുഷ്യബുദ്ധിക്കും മാനുഷിക സാധ്യതകൾക്കും അതീതമായ ദൈവിക പ്രവൃത്തിയായി സുവിശേഷങ്ങൾ ദർശിക്കുന്നു. മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. സമർപ്പിത ജീവിതം പ്രഘോഷിക്കുന്നത് ഈ രഹസ്യങ്ങളാണ്. വ്രതങ്ങൾ. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നിവയാണ് വൈദിക സന്യാസ വ്രതങ്ങൾ. ഇവർ വ്രതങ്ങളിലൂടെ ദൈവത്തിന് തങ്ങളുടെ ജീവിതത്തെ വാഗ്ദാനം ചെയ്യുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. വ്രതവാഗ്ദാനത്തിലൂടെ ദൈവ ശുശ്രൂഷയ്ക്കായി തന്നെയും തന്റെ പ്രവൃത്തികളെയും സമർപ്പിച്ച് പരിപൂർണമായി ലോകത്തെ പരിത്യജിക്കുന്നു. അടിസ്ഥാന സ്വാതന്ത്ര്യത്തെ ത്യജിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നു. വ്രതങ്ങളിലൂടെ തന്റെ ജീവിതം ഒരു ഹോമ ബലിയായി സന്യസ്തർ സ്വയം ക്രിസ്തുവിനെ സമർപ്പിക്കുന്നു. കണ്ണുകളുടെ ദുരാശയെ ദാരിദ്ര്യ വ്രതത്തിലൂടെയും ശരീരത്തിന്റെ ദുരാശയെ ബ്രഹ്മചര്യത്തിലൂടെയും ജീവിതൗത്യത്തെ അനുസരണത്തിലൂടെയും സന്യാസി കീഴടക്കുന്നു. ബ്രഹ്മചര്യം പ്രസാദപരത്തിന്റെ ദാനമാണ്. അനുസരണവ്രതം ക്രിസ്തുവിന്റെ ആത്മബലിയുടെ ചിഹ്നമാണ്. ദാരിദ്ര്യം ക്രിസ്താനുകരണത്തിന്റെ ചിഹ്നമാണ്. പിതാവിന് ക്രിസ്തു മരണത്തോളം പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ സന്യാസി തന്നെ സമർപ്പിക്കുന്നു. സന്യാസ സഭകളിലെ അംഗങ്ങൾ സുവിശേഷോപദേശങ്ങളെ ആധാരമാക്കി ഔദ്യോഗികമായി എടുക്കുന്ന ക്രിസ്തീയ വ്രതങ്ങളാണ് ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം എന്നിവ. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ശപഥം സർവ്വസാധാരണമായിരുന്നു. ശപഥത്തെ വിശുദ്ധമായ പ്രവൃത്തിയായി കണക്കാക്കിയിരുന്നു. ശപഥം പൂർണ്ണമായി നടപ്പാക്കുവാൻ ഇസ്രായേൽ പരിശ്രമിച്ചിരുന്നു. കർത്താവിനെ സാക്ഷി നിർത്തി വ്രതങ്ങൾ ശപഥം ചെയ്യുന്നതിലൂടെ മറ്റൊരു ക്രിസ്തുവാകുവാനുള്ള തീവ്രമായ ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. ധാർമ്മികത. ഇതിന്റെ കർത്താവും ക്രിയയും മനുഷ്യനാണ്. ധാർമ്മിക നിയമങ്ങൾ മനുഷ്യന്റെ ചിന്തയുടെയും ദൈവിക അനുഭവത്തിന്റെയും ആകത്തുകയാണ്. ധാർമ്മികത മനുഷ്യ അസ്തിത്വത്തിന്റെ അവശ്യ ഘടകമാണ്. പഞ്ചഗ്രന്ഥങ്ങളും 10 പ്രമാണങ്ങളുമാണ് പഴയ നിയമ ധാർമ്മികതയുടെ നെടുംതൂൺ. നീതിനിഷ്ഠനായ ദൈവത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് പഴയ നിയമ ധാർമ്മികത. ചില കടമകളും ഉത്തരവാദിത്വങ്ങളും ധാർമ്മികതയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. സങ്കീർത്തനം 15 പറയുന്നു, ആരാണ് കർത്താവിന്റെ കൂടാരത്തിൽ വസിക്കുവാൻ യോഗ്യതയുള്ളവർ? നിഷ്കളങ്കത, നീതി, ന്യായം, സത്യം ഇവയുള്ളവരും പരദൂഷണം, ദ്രോഹം, അപവാദം, അമിത പലിശ വാങ്ങൽ, കൈക്കൂലി വാങ്ങൽ ഇവയില്ലാത്തവരും യഥാർത്ഥ ധാർമ്മികത കൈവരിച്ചവരാണെന്ന് പറയാം. സങ്കീർത്തനം 15-ാം അധ്യായം, യെശയ്യാ 56:1 മുതലുള്ള വചനങ്ങൾ ആർക്ക് രക്ഷ ലഭിക്കും എന്ന് പറയുന്നു. ഇതാണ് ധാർമ്മികതയുടെ അടയാളം. ന്യായം പാലിക്കുന്നവർ, സാബത്ത് അശുദ്ധമാക്കാത്തവർ, തിന്മ പ്രവർത്തിക്കാത്തവർ, അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നവർ, ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുന്നവർ. വിശ്വസ്തത ഉടമ്പടിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമാണ്. സത്യസന്ധതയും പരിപൂർണതയും ധാർമ്മിക നീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ മാർഗത്തിലൂടെ നടന്ന മോശ നീതിമാനായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസ നീതിവൽക്കരണമാണ്. ഇസ്രായേൽ ജനത്തിന്റെ ധാർമ്മികതയുടെ 3 ഭാവങ്ങൾ ഇവയാണ്. 1. ദൈവത്തോടുള്ള വിധേയത്വം. പുറപ്പാട് 19:2-24-7, നിയമാവർത്തനം 4
4:1-5 വരെ, 6-ാം അധ്യായം 1-3 വരെ. 2 ദൈവഭയം, അതായത് ദൈവ സാന്നിധ്യ ബോധ്യമാണിത്. പുറപ്പാട് 20:19, സുഭാഷിതങ്ങൾ 2:15-17 വരെ, നിയമാവർത്തനം 6:2, 8:6, 10, 12. 3 ദൈവവുമായുള്ള ഇടമുറിയാത്ത സ്നേഹബന്ധം, നിയമാവർത്തനം 4:32-40 വരെ. പുതിയ നിയമത്തിൽ ധാർമ്മികത എന്നാൽ കർത്താവിന്റെ കൽപ്പനകളും നീതിമാർഗങ്ങളും അനുസ്യൂതം പാലിക്കുക എന്നതാണ്. നീതിമാർഗങ്ങളും അനുസ്യൂതം പാലിക്കുക എന്നതാണ്. അവനാണ് നീതിനിഷ്ഠൻ. ദൈവമാണ് ധാർമ്മികതയുടെ സ്രോതസ്സും പ്രേരക ഘടകവും. പഴയ ഉടമ്പടിയുടെ തുടർച്ചയാണ് പുതിയ ഉടമ്പടി. ധാർമ്മികത അഥവാ നീതിനിഷ്ഠ ദൈവരാജ്യ സാക്ഷാത്കാരത്തിനായി ദൈവം തന്നെ നിയോഗിച്ചിട്ടുള്ള ദൈവിക പദ്ധതിയാണ്. അതായത് ദൈവരാജ്യം കരസ്ഥമാക്കുവാൻ പശ്ചാത്തപിച്ചു സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം ക്രിസ്തുവാണ്. ദൈവരാജ്യം നിത്യമായ യാഥാർത്ഥ്യമാണ്. തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ക്രിസ്തുവിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ ദൈവരാജ്യം ക്രിസ്തുവിൽ നമുക്ക് സഞ്ചരിക്കുമ്പോൾ ദൈവരാജ്യം ക്രിസ്തുവിൽ നമുക്ക് സമീപസ്ഥമാകുന്നു. ദൈവത്തിന്റെ പരമാധികാരത്തെ ഏറ്റുപറയുന്നത് ദൈവ തിരുമനസ്സ് നിറവേറ്റുക എന്നതാണ്. ഇതിന് പശ്ചാത്താപവും അനുസരണവും അടിയുറച്ച വിശ്വാസവും അനിവാര്യമാണ്. ഇതാണ് ക്രിസ്തു പ്രഘോഷിച്ച ധാർമ്മികത. സ്നേഹമാണ് പുതിയ നിയമ ധാർമ്മികത. ഈ സ്നേഹം ദൈവത്തെങ്കിലേക്കും സഹോദരരിലേക്കും വ്യാപിക്കുമ്പോൾ അത് പൂർണ്ണമാകുന്നു. മത്തായി 6:24. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ദൈവപ്രമാണങ്ങൾ കാത്തുകൊള്ളാമെന്ന് നാം ഏറ്റുപറയുന്നു. നിയമാനുഷ്ഠാനങ്ങൾ സ്നേഹത്താൽ പൂരിതമാകണമെന്ന് പഠിപ്പിച്ച വിപ്ലവകാരിയാണ് യേശു. ലൂക്ക 10:36-37 വചനങ്ങൾ, ജോയേൽ 2:13, മർക്കോസ് 1:15, ലൂക്ക 19:9 മുതലുള്ള വചനങ്ങൾ. ഓരോ മനുഷ്യനും തന്റെ ഭാഗം നിർവഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യദൈവം തന്നെ മനുഷ്യനെ വെളിപ്പെടുത്തുകയും പശ്ചാത്തപിക്കുന്നവരെ അനുരഞ്ജനപ്പെടുത്തുകയും ചെയ്തു. ലിവ് ജീസസ്.